ഭൂമി കുലുങ്ങിയപ്പോൾ വെനസ്വലൻ ദുരന്തവും ആൻഡ്രോയിഡ് രക്ഷാകവചവും ഇതാണ് ഇന്നത്തെ വിഷയം. വരൂ നമുക്ക് പരിശോധിക്കാം. ഹായ്, ഐ ആം ജയചന്ദ്രൻ MC. വെൽക്കം ടു മൈ അനദർ ഇൻഫർമേറ്റീവ് വീഡിയോ. 2026 ജൂൺ 24 വെനസ്വലയുടെ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത ദിനങ്ങളിൽ ഒന്നാണ്. കാരണം ഒരു നൂറ്റാണ്ടിലേറെയായി ആ രാജ്യം കണ്ടിട്ടില്ലാത്ത അത്രയും വിനാശകരമായ 2 ഭൂകമ്പങ്ങളാണ് വെറും 40 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ മണ്ണിൽ ആഞ്ഞടിച്ചത്. മനുഷ്യൻ നിർമ്മിച്ച വലിയ സൗധങ്ങളും മറ്റും നിമിഷ നേരം കൊണ്ട് കോൺക്രീറ്റ് കൂമ്പാരങ്ങളായി. പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തിനു മുന്നിൽ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന നിമിഷങ്ങൾ. ആദ്യമായി ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഏവർക്കും, ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും എന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ആദരാഞ്ജലികളും പ്രണാമങ്ങളും അർപ്പിക്കുന്നു. കാരിക്കാസിന് പടിഞ്ഞാറെ മോറോൺ പ്രദേശമായിരുന്നു ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ആദ്യത്തേത് റിക്ടർ സ്കെയിലിൽ 7.2 രേഖപ്പെടുത്തിയപ്പോൾ തൊട്ടു പിന്നാലെ എത്തിയ രണ്ടാമത്തെ പ്രഹരം 7.5 തീവ്രതയുള്ളതായിരുന്നു. കാരിക്കാസിലും ലാഗോറയിലും കെട്ടിടങ്ങൾ തകർന്നു വീണു. നൂറുകണക്കിന് ആഫ്റ്റർ ഷോക്കുകൾ ജനങ്ങളെ ഭീതിയുടെ നിഴലിലാക്കി നിർത്തി. ഈ വലിയ ദുരന്തമുഖത്തേക്ക് ഇന്ത്യ ഉടൻ തന്നെ സഹായഹസ്തവുമായി എത്തി. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ മെഡിക്കൽ സഹായങ്ങളും ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ വെനസ്വലയിലേക്ക് പറന്നുയർന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഭൂകമ്പ സമയത്ത് സംഭവിക്കുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ടെക്സോണിക് പ്ലേറ്റുകൾ പെട്ടെന്ന് ചലിക്കുമ്പോഴോ പരസ്പരം ഉരസുമ്പോഴോ ആണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് പ്രധാനമായും 2 തരംഗങ്ങൾ പുറപ്പെടുന്നു. P വേവ്സ് അഥവാ പ്രൈമറി വേവ്സ്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആദ്യം പുറപ്പെടുന്ന തരംഗങ്ങളാണിവ. ഇവയ്ക്ക് വേഗത കൂടുതലാണ്, എന്നാൽ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള ശേഷി കുറവാണ്. പക്ഷേ രണ്ടാമത്തെ തരംഗം, അതാണ് S വേവ്സ് അഥവാ സെക്കൻഡറി വേവ്സ്. P തരംഗങ്ങൾക്ക് പിന്നാലെ എത്തുന്ന രണ്ടാമത്തെ തരംഗങ്ങൾ. ഇവയാണ് ഭൂമിയെ ശക്തമായി കുലുക്കുന്നതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും. ഈ ദുരന്തത്തിനിടയിലും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് രക്ഷയായത് അവരുടെ കൈകളിലിരുന്ന ആൻഡ്രോയിഡ് ഫോണുകളാണ്. ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് എർത്ത്ക്വേക്ക് അലർട്ട് സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ നിരീക്ഷണ ശൃംഖലയായി പ്രവർത്തിച്ചു. ഫോണുകളിലുള്ള ആക്സിലറോമീറ്റർ എന്ന ചെറിയ സെൻസറിന് ഭൂകമ്പത്തിന്റെ ആദ്യ തരംഗങ്ങളായ P തരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ഒരു പ്രദേശത്തെ ആയിരക്കണക്കിന് ഫോണുകൾ ഒരേ സമയം ഈ തരംഗങ്ങൾ തിരിച്ചറിഞ്ഞ് ഗൂഗിൾ സെർവറിലേക്ക് സിഗ്നൽ അയക്കുമ്പോൾ സെർവർ അത് ഭൂകമ്പമെന്ന് സ്ഥിരീകരിക്കുന്നു. വിനാശകരമായ S തരംഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഫോണുകളിലേക്ക് ഉച്ചത്തിലുള്ള ശബ്ദത്തോടെ മുന്നറിയിപ്പ് സന്ദേശം എത്തിച്ചു. സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെനസ്വലയിൽ കണ്ടത്. ഈ ഡിജിറ്റൽ മുന്നറിയിപ്പ് നൽകിയ വിലപ്പെട്ട സെക്കൻഡുകൾ കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറിയത്. ദുരന്തത്തിന്റെ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും, എങ്കിലും മനുഷ്യന്റെ അതിജീവന ശേഷിയും ശാസ്ത്രത്തിന്റെ കരുത്തും ഈ ഇരുണ്ട കാലത്തും നമുക്ക് പ്രത്യാശ നൽകുന്നു. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.